ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വീണ്ടും എബോള വൈറസ് ബാധ. കിഴക്കൻ പ്രവിശ്യയായ ഇറ്റൂരിയിൽ റിപ്പോർട്ട് ചെയ്ത രോഗബാധയെ തുടർന്ന് ഇതുവരെ 80 പേർ മരണമടഞ്ഞതായി കോങ്കോ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ഒരു നഴ്സ് മരണപ്പെട്ടതോടെയാണ് രോഗബാധ ആദ്യമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിലവിൽ 246ഓളം പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. കോങ്കോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 17ാമത്തെ എബോള രോഗബാധയാണിത്. സാധാരണയായി കണ്ടുവരുന്ന സയർ സ്ട്രെയിനേക്കാൾ അപകടകരവും അപൂർവവുമായ ബൂണ്ടിബുഗോ എന്ന പുതിയ വകഭേദമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള പ്രതിരോധ വാക്സിനുകൾ ഈ പുതിയ വകഭേദത്തിന് മേൽ എത്രത്തോളം ഫലപ്രദമാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇറ്റൂരി പ്രവിശ്യയിലെ സായുധ സംഘടനകളും ഖനന മേഖലകളിലെ ജനങ്ങളുടെ നിരന്തരമായ യാത്രകളും രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതേസമയം അയൽ രാജ്യമായ ഉഗാണ്ടയിലും ഒരു എബോള മരണം റിപ്പോർട്ട് ചെയ്തതോടെ ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി ലോകാരോഗ്യ സംഘടന അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി $5 ലക്ഷം അനുവദിക്കുകയും പ്രത്യേക മെഡിക്കൽ സംഘത്തെ കോങ്കോയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ വേഗത്തിൽ ഐസൊലേറ്റ് ചെയ്യാനും സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുമുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും രോഗപ്രതിരോധ ശേഷിയെയും രക്തക്കുഴലുകളെയും ഒരേ സമയം തകർക്കുന്ന അതീവ മാരകമായ ഒരു പകർച്ചവ്യാധിയാണ് എബോള വൈറസ് രോഗം. മുൻകാലങ്ങളിൽ 90% വരെ മരണനിരക്ക് ഈ രോഗത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വവ്വാലുകൾ, കുരങ്ങുകൾ തുടങ്ങിയ രോഗബാധിതരായ മൃഗങ്ങളിൽ നിന്നാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത്. മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാൽ രോഗബാധിതരുടെ രക്തം, ഛർദി, ഉമിനീര്, മൂത്രം, വിയർപ്പ് തുടങ്ങിയ ശരീരദ്രവങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഇവ പുരണ്ട പ്രതലങ്ങളിലൂടെയും രോഗം അതിവേഗം പടരും. കോവിഡ് പോലെ വായുവിലൂടെ പകരുന്ന രോഗമല്ലിത്. എന്നാൽ രോഗബാധിതരെ പരിചരിക്കുന്നതിലൂടെയോ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിലൂടെയോ രോഗം പടരാൻ വലിയ സാധ്യതയുണ്ട്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ശക്തമായ പനി, കടുത്ത ക്ഷീണം, തലവേദന, തൊണ്ടവേദന, പേശിവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതോടെ കടുത്ത വയറുവേദന, ഛർദി, അതിസാരം എന്നിവയുണ്ടാകും. മൂക്ക്, വായ, മലദ്വാരം എന്നിവയിലൂടെയുള്ള ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവമാണ് ഇതിന്റെ ഏറ്റവും ഭയാനകമായ ലക്ഷണം. ഇത് അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി മരണത്തിന് കാരണമാകുന്നു.